വെറുതെ ഇരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കാനായി തീരുമാനിച്ച സമയത്താണ് നമ്മൾ വെറുതെ ഇരിക്കേണ്ടത്. ഇതിനെ വിളിക്കുന്നത് ടൈം മാനേജ്മെന്റ്. ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്കും ഒരേപോലെയാണ് സമയമുള്ളത്. ഒരു ദിവസം 24 മണിക്കൂർ. എന്നാൽ ചില ആളുകൾ അതിനെ മാനേജ് ചെയ്ത് കൃത്യമായി കൈകാര്യം ചെയ്ത് 24 മണിക്കൂറിനെ എഫക്റ്റീവാക്കി മാറ്റും. ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ടൈം മാനേജ്മെന്റ് വളരെ നിർബന്ധമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ടൈം മാനേജ്മെന്റിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യാം. 3 ദിവസത്തേക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർ 100 ദിവസത്തേക്ക് ധനികരായിരിക്കുമെന്നാണ്. അടുത്ത 100 ദിവസത്തേക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ജീവിതകാലം മുഴുവനും ധനികനായിരിക്കും എന്നുള്ളതാണ്. സോ പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റീസ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഒരു പ്രയോറിറ്റൈസ് കൊടുത്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സമയത്തെ നന്നായി വിനിയോഗിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കൃത്യമായ ഒരു പ്രത്യേക സമയം കണക്കാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളെ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടോ നമ്മുടെ സമയം മോഷ്ടിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പക്ഷെ അവർ നമ്മളുടെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കാം. എങ്കിലും അവരോട് നമ്മൾ നോ പറയാൻ ശീലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമയക്രമം പാടെ തെറ്റുന്നതും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഡു ഹൈ ഇമ്പാക്ട് വർക്ക് ഫസ്റ്റ് എന്നുള്ള തിയറിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു ടൈം മാനേജ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ വിശ്രമത്തിനും സന്തോഷങ്ങൾക്കുമായി സമയം കണ്ടെത്താനും കൂടി ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ടൈം മാനേജ്മെന്റിന് നമ്മെ സഹായിക്കുന്ന ഒരുപാട് ടൈം ട്രാക്കിംഗ് ആപ്പുകൾ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നമ്മളുടെ കാര്യങ്ങളെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഡെഡ് ലൈൻ വെക്കുക. ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കും, അതല്ലെങ്കിൽ ബുധനാഴ്ചക്കുള്ളിൽ ചെയ്തിരിക്കും, അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ ചെയ്തിരിക്കും, 4 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ കാര്യം ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഡെഡ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സമയം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും നമ്മളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ വിജയിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കും.